നിരീക്ഷണമല്ല, നേരെ മറിച്ച് കാശ്മീരിലെ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് പ്രബോധനം 50ാം വാർഷിക പതിപ്പിൽ പറയാണ്, താഴ്വരയിൽ തീവ്രവാദി പ്രവർത്തനം ശക്തിപ്പെട്ടതിനു ശേഷം ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീനം വർദ്ധിച്ചിട്ടുള്ളതായി പറയപ്പെടുന്നു. താഴ്വരയിലെ ഏറ്റവും ശക്തമായ തീവ്രവാദി ഗ്രൂപ്പുകളിലൊന്നായ ഹിസ്ബുൽ മുജാഹിദീൻ ജമാഅത്തെ ഇസ്ലാമി അനുകൂല ഗ്രൂപ്പാണ് എന്നാണ്. കാശ്മീരിന്റെ താഴ്വരയിലെ പ്രസിദ്ധമായ അറിയപ്പെടുന്ന ശക്തമായ തീവ്രവാദി ഗ്രൂപ്പുകളിലൊന്നായ ഹിസ്ബുൽ മുജാഹിദീൻ ജമാഅത്തെ ഇസ്ലാമി അനുകൂല ഗ്രൂപ്പാണ്. ഇതിനു പുറമെ അല്ലാഹ് ടൈഗേഴ്സ് എന്ന ഒരു സംഘത്തിനും ജമാഅത്ത് രൂപം നൽകിയിട്ടുണ്ട്. അപ്പൊ അവിടെ ഒരു തീവ്രവാദ സംഘടനയുണ്ട് ഹിസ്ബുൽ മുജാഹിദീൻ എന്ന പേരിൽ. അത് ജമാഅത്തെ ഇസ്ലാമി അനുകൂല ഗ്രൂപ്പാണെന്ന് മാത്രമല്ല, അതിനു പുറമെ അല്ലാഹ് ടൈഗേഴ്സ് എന്നൊരു സംഘത്തിനും ജമാഅത്ത് രൂപം നൽകിയിട്ടുണ്ട്. ജനങ്ങളിൽ ഇസ്ലാമിക ചൈതന്യം വളർത്തുകയും നിലനിർത്തുകയുമാണ് ഈ സംഘത്തിന്റെ മുഖ്യമായ പ്രവർത്തനമെന്ന് പറയപ്പെടുന്നു. ഇനി അടുത്ത പാരഗ്രാഫ് തുടങ്ങുന്നത് തന്നെ വിവിധ തീവ്രവാദി ഗ്രൂപ്പുകളെ ഏകോപിപ്പിക്കുന്നതിലും ജമാഅത്തിന്റെ പങ്ക് പ്രധാനമാണ് എന്നാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ത്യയുടെ ബോർഡറായ അതിർത്തിയായ കാശ്മീരിന്റെ താഴ്വരയിൽ ഒറ്റപ്പെട്ട് കഴിഞ്ഞ പല ഗ്രൂപ്പുകളായി കഴിഞ്ഞ തീവ്രവാദികളെ ഏകോപിപ്പിക്കുന്നതിലും ജമാഅത്തിന്റെ പങ്ക് പ്രധാനമാണ് എന്നാണ്. രാഷ്ട്രീയ മേഖലയിൽ 13 സംഘടനകൾ ചേർന്ന് തഹ്രീകെ ഹുരിയത്തെ കാശ്മീർ സ്വാതന്ത്ര്യ പ്രസ്ഥാനം എന്ന പേരിൽ ഒരു മുന്നണിക്ക് രൂപം കൊടുത്തിട്ടുണ്ട്. ഈ ഗ്രൂപ്പിലെ ഏറ്റവും വലിയ സംഘടന ജമാഅത്താണ്. അരാഷ്ട്രീയനായ അഡ്വക്കേറ്റ് മിയാൻ അബ്ദുൽ ഖയ്യൂമാണ് മുന്നണിയുടെ അധ്യക്ഷൻ. സെക്രട്ടറിയായ മുഹമ്മദ് അഷ്റഫ് സെഹ്റായി കാശ്മീർ ജമാഅത്തെ ഇസ്ലാമിയുടെയും സെക്രട്ടറി ജനറലാണ്. സൈനിക മേഖലയിൽ വിവിധ സായുധ ഗ്രൂപ്പുകൾ ചേർന്ന്, നിങ്ങൾ മനസ്സിലാക്കണം എന്താ പറയുന്നത്, സൈനിക മേഖലയിൽ വിവിധ സായുധ ഗ്രൂപ്പുകൾ ചേർന്ന് രൂപം നൽകിയ മുത്തഹിദ ജിഹാദ് കൗൺസിലിന്റെ ചെയർമാൻ അലി മുഹമ്മദ് ഡാറും ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കളിൽ ഒരാളത്രേ എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, കാശ്മീരിന്റെ താഴ്വരയിൽ സായുധമായി ഗ്രൂപ്പ് സംഘടനകളായി തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തി സായുധ സംഘടനകൾ വരെ സൈനിക പരിശീലനത്തോടുകൂടി തന്നെ ഉണ്ടാക്കിയെടുത്തതിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് പങ്കുണ്ട് എന്ന് ഒരാൾ ആരോപിക്കുകയല്ല, ഒരാൾ അവരുടെ മേൽ ആക്ഷേപം പറയുകയല്ല, വേറൊരാൾ നിരീക്ഷിച്ച് കണ്ടെത്തുകയല്ല. നേരെ മറിച്ച് അവർ തന്നെയും പ്രബോധനം ജമാഅത്തെ ഇസ്ലാമി 50ാം വാർഷിക പതിപ്പിൽ എഴുതിവിടുകയാണ്. ഇങ്ങനെ പരസ്യമായും രഹസ്യമായും തീവ്രവാദ പ്രവർത്തനങ്ങൾ ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കുവാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ പ്രവർത്തനം വഴി സാധിച്ചിട്ടുണ്ട് എന്നത് ഒരാൾക്കും വിസ്മരിക്കാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യമാണ്. ഇനി കേരള സമൂഹത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കുക. നമുക്കറിയാം, ജമാഅത്തെ ഇസ്ലാമി 1947 ഇവിടെ രൂപം കൊണ്ടു കേരളക്കരയിൽ. അതിനുശേഷം ജമാഅത്തെ ഇസ്ലാമി ഇവിടെ പ്രവർത്തിച്ചു വന്നതിനു ശേഷം ഈ കേരളക്കരയിൽ ജമാഅത്തെ ഇസ്ലാമി അതേ സിമിക്ക് രൂപം നൽകുകയാണ്. ഇന്ത്യ രാജ്യത്ത് സിമിക്ക് ഇന്ത്യാതലത്തിൽ തന്നെ രൂപം നൽകുവാൻ വേണ്ടിയിട്ട് കേരളക്കരയിൽ നിന്ന് പോയത് ജമാഅത്തെ ഇസ്ലാമിയുടെ 2 നേതാക്കന്മാരാണ്. അതിന്റെ കേരള ഘടകം രൂപപ്പെട്ടപ്പോൾ അത് ആ സിമിയുടെ 2 വർഷത്തെ പ്രവർത്തനം ഹിറ സെന്ററിലാണ്, ജമാഅത്തെ ഇസ്ലാമിയുടെ കോഴിക്കോട്ടുള്ള ഓഫീസിൽ വെച്ചാണ് എന്ന് ഇതേ 50ാം വാർഷിക പതിപ്പിൽ തന്നെ രേഖപ്പെടുത്തുകയാണ്. മാത്രമല്ല, ഓരോ സിമിക്കാരനും വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങൾ സിമിയുടെ കൈപുസ്തകം എന്ന പേരിൽ, സിമിക്കാരുടെ കൈപുസ്തകം എന്ന പേരിൽ പുറത്തിറക്കിയിട്ടുള്ള പുസ്തകത്തിൽ നമുക്ക് നോക്കുമ്പോൾ പരിശോധിക്കുമ്പോൾ ബഹുഭൂരിപക്ഷം വരുന്ന പുസ്തകങ്ങളും ഓരോ സിമിക്കാരനും വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ കൊടുത്തിട്ടുള്ളത് മൗദൂദി സാഹിബിന്റെ പുസ്തകങ്ങളാണ്, സയ്യിദ് കുത്തുബിന്റെ പുസ്തകങ്ങളാണ്. ഈ സയ്യിദ് കുത്തുബിന്റെയും മൗദൂദിയുടെയും പുസ്തകങ്ങളാണ് സിമിക്കാരൻ വായിക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായി സിമിയുടെ കൈപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് കാണാൻ കഴിയുന്നത്, ഇവിടെ സിമി നിരോധിക്കപ്പെട്ടതിനു ശേഷം ആ സിമിയുടെ നേതാക്കന്മാർ ചേർന്നുകൊണ്ട് NDF ഇവിടെ രൂപം നൽകുകയുണ്ടായി. ആ NDFന്റെ പ്രവർത്തനം പരിശോധിച്ചു നോക്കിയാലും നമുക്ക് കാണാൻ കഴിയുന്നത് കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിച്ച അല്ലെങ്കിൽ മൗദൂദിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ നടത്തിയ ആ പ്രവർത്തനങ്ങളെക്കാളുപരിയായിക്കൊണ്ട് വളരെ ശക്തമായി മൗദൂദി ചിന്താഗതികൾ ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കുവാൻ NDF പരിശ്രമിക്കുന്നു. അതുപോലെ ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടായി മാറിയ ആളുകൾ പരിശ്രമിക്കുന്നു, SDP ആയി മാറിയ ആളുകൾ അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ കേരളക്കരയിൽ മുസ്ലിം സമൂഹത്തെ ഒരു പ്രത്യേക വിഭാഗമാക്കി മാറ്റിയിട്ട്
അവരെ ഒരു ചേരിയായി അല്ലെങ്കിൽ മറ്റൊരു വിഭാഗമാക്കി മാറ്റി നിർത്തിയിട്ട് മറ്റുള്ള ജനങ്ങളെ ശത്രുതയോടുകൂടി കാണുന്ന ഒരു അവസ്ഥ സൃഷ്ടിക്കുവാൻ വേണ്ടി രൂപപ്പെടുത്തപ്പെട്ട അല്ലെങ്കിൽ ആ രൂപത്തിൽ ഒന്നിച്ചിട്ടുള്ള ഏതെല്ലാം സംഘടനകളെ പരിശോധിച്ചാലും അതിന്റെ എല്ലാം വേറെ ജമാഅത്തെ ഇസ്ലാമിയിലും മൗദൂദിയിലും പോയി മുട്ടുന്നതായി നമുക്ക് കാണാൻ കഴിയുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ചിന്താഗതിയോട് മുസ്ലിം സമൂഹം വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും അങ്ങേറ്റം പക്വമായ നിലപാടിലൂടെ ഈ അബദ്ധത്തിൽ അകപ്പെട്ടുപോയ നമ്മുടെ സഹോദരങ്ങളെ പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. കാര്യങ്ങൾ അവർക്ക് ഉപദേശിച്ചു കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ നന്മയുടെ നിർവഴി കണ്ടെത്തേണ്ടതുണ്ട്. അള്ളാഹു അതിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. വ്യക്തമായ ആദർശ നിലപാടുകൾ വെച്ചു പുലർത്തുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന മുജാഹിദ് പ്രസ്ഥാനം തീർച്ചയായും ഗുണകാംക്ഷയോടെ ഈ ആശയങ്ങൾ അറിയിക്കുന്നത് ബഹുജനങ്ങളിൽ നിന്ന് യാതൊരു ബന്ധവുമില്ലാതെ വേറിട്ട് നിൽക്കുന്നതിന് വേണ്ടിയല്ല. ഇതര ആദർശങ്ങൾ സ്വീകരിച്ചവരോട് സൗഹാർദ്ദത്തിൽ വർത്തിക്കുന്നതിന് ഈ ഗുണകാംക്ഷയോടെയുള്ള ബോധ്യപ്പെടുത്തലുകൾ ഒരിക്കലും തടസ്സവുമല്ല. ഇതേ സംബന്ധിച്ച് നമ്മോട് സംസാരിക്കുന്നത് മായൻകുട്ടി സുലമി. ആദർശത്തിൽ കണിശമായ കാഴ്ചപ്പാടും നിലപാടും സ്വീകരിക്കുന്നതോടൊപ്പം മനുഷ്യന്മാരുടെ നന്മയ്ക്ക് വേണ്ടി കൂട്ടായും ഒറ്റയ്ക്കും സ്നേഹത്തോടുകൂടിയും സഹകരണത്തോടുകൂടിയും വർദ്ധിക്കുക എന്നതാണ് മുസ്ലിമിന് കരണീയമായ നിലപാട്. തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നിങ്ങൾ നന്മയിലും പുണ്യത്തിലും പരസ്പരം സഹകരിക്കുക, സഹായിക്കുക. തിന്മയിലും പാപങ്ങളിലും സഹകരിക്കരുത് എന്നത് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മുസ്ലിം ഒറ്റയ്ക്കൊരു തുരുത്തിൽ കഴിയേണ്ടവനല്ല. ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ കഴിയൂ. അതുകൊണ്ട് മനുഷ്യരുടെ നന്മയും മനുഷ്യരുടെ താല്പര്യവുമാണ്, അവരുടെ പുരോഗതിയും അവരുടെ ഭൗതികവും പാരത്രികവുമായ നേട്ടവുമാണ് ഓരോ മുസ്ലിമും ലക്ഷ്യമായി വെക്കുന്നത്. നമുക്കറിയാം, ഖുർആനിന്റെ അഭിസംബോധന തന്നെ മനുഷ്യരെ നിങ്ങളൊരു മാതാവിന്റെയും പിതാവിന്റെയും മക്കളാണ് എന്നാണ്. മനുഷ്യർക്കിടയിൽ വിവേചനമില്ല. മറിച്ച് മഹത്വത്തിന്റെ മാനദണ്ഡം പടച്ചവന്റെ കൽപ്പനകൾ അനുസരിച്ച് ആര് ജീവിക്കുന്നുവോ അവർക്കാണ്. ആ കാര്യത്തിൽ ദേശ, ഭാഷ, വർഗ, വർണ്ണ വ്യത്യാസമില്ല. നമ്മുടെ നാട്ടിൽ ഒരു കാലഘട്ടത്തിൽ കീഴാളരും മേലാളരും, ഭാഷയിൽ പോലും അവർക്ക് കീഴാള മേലാള ശൈലിയുണ്ടായിരുന്നു. കീഴാളൻ മരിക്കുകയാണെങ്കിൽ ചത്തു എന്ന് പറയുന്നു. അതൊരിടത്തരക്കാരനാണെങ്കിൽ മരിച്ചു എന്ന് പറയുന്നു. മേലാളനാണെങ്കിൽ തീപ്പെട്ടു എന്ന് പറയുന്നു. അങ്ങനെ ഭാഷയുടെ പ്രയോഗത്തിൽ പോലും അത്തരം വൈരുദ്ധ്യം നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇസ്ലാം അങ്ങനെയല്ല. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രബോധന പ്രവർത്തനം നിലനിർത്തുന്നതോടൊപ്പം ഈ വിഷയത്തിൽ സഹായവും സഹകരണവും അബൂതാലിബിൽ നിന്ന് സ്വീകരിച്ചു. അബൂതാലിബിന്റെ മരണം വരെ അബൂതാലിബിനോടുള്ള സ്നേഹവും സഹകരണവും നിലനിർത്തി. അതുപോലെ തന്നെ ഒരു വേള മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന സന്ദർഭം അബ്ദുള്ള എന്ന് പറയുന്ന മുസ്ലിം അല്ലാത്തൊരു മനുഷ്യന്റെ ഗൈഡ് ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കുന്നത്. മദീനയിലെത്തിയപ്പോൾ ഈ രാജ്യത്തിന്റെ പുരോഗതിക്കും വളർച്ചയ്ക്കും ഇവിടുത്തെ പ്രമുഖ വിഭാഗമായ മുസ്ലിങ്ങളും ജൂതന്മാരും ഏകോദര സഹോദരന്മാരെ പോലെ വർത്തിക്കണമെന്നും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ജൂതന്മാരോട് സംസാരിച്ചത്, സന്ധിയിൽ ഏർപ്പെട്ടിട്ടുള്ള കാര്യം ചരിത്രത്തിൽ സുവിദിതമാണ്. ഒരു വേള ഏറ്റവും കൂടുതൽ അക്രമവും പ്രയാസവും അനുഭവിച്ചിട്ടുള്ളത് ഈ ജൂതന്മാരിൽ നിന്നാണ്. നബിക്ക് വിഷത്തിന്റെ ഭക്ഷണം കൊടുത്തതും ഒരു വേള നബിയുടെ അനുചരൻ ആ രംഗത്ത് മരണപ്പെടുകയും ചെയ്തു. ആ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മയ്യത്ത് വരുന്ന സന്ദർഭത്തിൽ എഴുന്നേറ്റുന്നു ആദരപൂർവ്വം. അപ്പോൾ സഹാബത്ത് പറഞ്ഞു അതൊരു ജൂതന്റേതാണ് എന്ന്. ജൂതനായാലും മനുഷ്യനാണ് എന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി. അവിടുത്തെ അവസാന കാലഘട്ടത്തിൽ അതിനുശേഷം മറ്റൊരു നടപടിക്രമമില്ലല്ലോ. ജൂതന്മാർ ഏറെ ദ്രോഹിച്ചു മുസ്ലിമീങ്ങളെ എന്നുള്ളത് അനിഷേധ്യമായ ഒരു വസ്തുതയാണ്. അതേസമയം ഇത് സമൂഹങ്ങളോട് പരമാവധി സ്നേഹിച്ച് സഹകരിച്ച് വർത്തിക്കുക എന്നതിന്റെ ഉത്തമവും ഉദാത്തവുമായ നിലപാട്. ഏതാനും ബാർലിക്ക് വേണ്ടി ഒരു ജൂതന്റെ കൈവശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പടയങ്കി പണയത്തിലായിരുന്നു. മുസ്ലിങ്ങളുടെ ഇടയിൽ സമ്പന്നരോ അല്ലെങ്കിൽ നബിയെ സഹായിക്കാൻ ആളുകളോ എമ്പാടും ഉണ്ടായിട്ടും ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചതിൽ എമ്പാടും ചിന്തയ്ക്ക് അവകാശമുണ്ട്. സലഫി പ്രസ്ഥാനം എന്നും എവിടെയും മറ്റു സമൂഹത്തോട് സഹവർത്തിച്ചുമാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. മൗലാന അബുൽ കലാം ആസാദ്, മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി, തൊയ്യബ് ജി, അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്,
സീതി സാഹിബ്, മൊയ്തു മൗലവി പോലെയുള്ള ആളുകൾ ഈ രാജ്യത്തിന്റെ നന്മയ്ക്കും അതുപോലെ തന്നെ വളർച്ചയ്ക്കും സമുദായത്തിന്റെ വളർച്ചയ്ക്കും ഒരേപോലെ വർത്തിച്ചതിന് നിരവധി അനവധി തെളിവുകൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. അങ്ങനെ മനുഷ്യന്മാർക്കിടയിൽ പ്രവർത്തിക്കുക, മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുക, അങ്ങനെ മനുഷ്യരുടെ പുരോഗതിക്കായി വർത്തിക്കുക, ഇതാണ് ഇസ്ലാം മുസ്ലിങ്ങൾക്ക് നൽകുന്ന സന്ദേശം. ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ. അതുപോലെ തന്നെ നിങ്ങളുടെ അയൽവാസി വിശന്നു കിടക്കുന്ന അവസ്ഥയിൽ വയർ നിറച്ചുണ്ണുന്നവൻ വിശ്വാസിയല്ല എന്നും ഇതര വിഭാഗത്തോട് പെരുമാറേണ്ടുന്ന വിഷയം കൃത്യമായും പഠിപ്പിക്കുന്നു. എത്യോപ്യയിലേക്ക് എത്തിയ മുസ്ലിമീങ്ങൾ എത്യോപ്യയിലെ രാജ്യത്തിന് വേണ്ടിയിട്ട് ശത്രുക്കളോട് യുദ്ധം ചെയ്ത കാര്യവും പോലും നമുക്കറിയാം, ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നു. മറ്റൊരു രാജാവിന് വേണ്ടി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രവർത്തനവും ഈ വിഷയത്തിൽ നമുക്ക് മാതൃകയായി സ്വീകരിക്കാം. അതുകൊണ്ട് മുസ്ലിങ്ങൾ നന്മയിൽ എല്ലാവരോടും സഹകരിക്കുക, തിന്മയിൽ ആരോടും സഹകരണം അരുത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതുസമൂഹത്തിൽ, പ്രത്യേകിച്ചും ബഹുമത സമൂഹത്തിൽ ജീവിക്കുമ്പോൾ മോക്ഷത്തിന്റെ ആദർശം നാം വ്യക്തമായി പഠിക്കുകയും ഉൾക്കൊള്ളുകയും വേണം എന്നതു മാത്രമല്ല, പൊതുസമൂഹത്തിൽ നമ്മുടെ സാന്നിധ്യം കൃത്യമായി ഇക്കാലമത്രയും ഈ പ്രസ്ഥാനത്തിന്റെ തുടക്കം മുതൽ ഉണ്ടായിരുന്നതുപോലെ ഈ പുതിയ തലമുറയും അത് അതേ രീതിയിൽ തന്നെ അക്ഷരാർത്ഥത്തിൽ ഏറ്റെടുക്കണമെന്നും അതോടൊപ്പം അതിമഹത്തായ പ്രബോധന പ്രവർത്തനം ഒരിക്കലും നമ്മിൽ നിന്ന് വിട്ടുപോകരുത് എന്നുമാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ശരിയായ ദഅവത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പല ഭാഗത്തു നിന്നും ഒറ്റപ്പെട്ട ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ചോദ്യം, നമുക്ക് ഷഹീദാകണ്ടേ, നമുക്ക് യഥാർത്ഥ മുജാഹിദാകണ്ടേ? എന്നിട്ട് എവിടേക്കാ അവർ ക്ഷണിക്കുന്നത്? ആത്മഹത്യാ സ്ക്വാഡുകളിലേക്ക്, തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക്. നിരപരാധർ വധിക്കപ്പെടുന്ന ചാവേർ സ്ഫോടനത്തിന്റെ വക്താക്കളായി മാറാൻ തീവ്രവാദി ഗ്രൂപ്പുകളിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടാൻ വേണ്ടി ക്ഷണിക്കുകയും എന്നിട്ട് ഇസ്ലാം പാപമാക്കിയ കേവലം ആത്മഹത്യക്ക് ജിഹാദിന്റെ പവിത്രതയുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന വേദനാജനകമായ ഒരു അവസ്ഥ. ഒരു യുദ്ധ സാഹചര്യം വരുമ്പോൾ ഒരിക്കലും ഒരു മുസ്ലിം പിന്മാറാൻ പാടില്ല എന്നല്ലാതെ ആത്മഹത്യാ സ്ക്വാഡുകൾ രൂപീകരിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. പ്രത്യേകിച്ചും പ്രബോധനത്തിന് ഏറ്റവും ശാന്തവും സമാധാനപൂർണവുമായ അന്തരീക്ഷം നിലനിൽക്കുന്ന രാജ്യത്ത് ദഅവത്തിന് പ്രാധാന്യം കൊടുത്ത് വിശ്വാസമറിയാതെ നരകത്തിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങളെ ഏതു തരത്തിലാണ് ഇസ്ലാമിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നാണ് നാം ചിന്തിക്കേണ്ടത്. ജിഹാദിന്റെ പുണ്യം അത് സർവശക്തനായ അള്ളാഹുവിന്റെ അനുഗ്രഹമുള്ള ആളുകൾക്ക് പല ഘട്ടങ്ങളിലായി ഔദാര്യമായി ലഭിക്കുന്നതാണ്, യാതൊരു സംശയവുമില്ല. യുദ്ധത്തിന്റെ സാഹചര്യം വന്നാൽ അതതിന്റെ സമ്പൂർണതയോടുകൂടി അങ്ങനെ തന്നെ ലഭിക്കും. അതല്ലാത്തവർക്കും ഒരുപാട് ജിഹാദുകളെ കുറിച്ച് നമ്മുടെ നാവുകൊണ്ട്, നമ്മുടെ പണം കൊണ്ട്, അതേപോലെ പ്രവർത്തനങ്ങൾ കൊണ്ട്, ദഅവത്ത് കൊണ്ടുള്ള ജിഹാദ്, എന്തിന് മാറാവ്യാധികൾ പോലും ഷഹാദത്തിന്റെ സ്ഥാനം, അതുകൊണ്ടുള്ള മരണം പോലും ഷഹാദത്തിന്റെ സ്ഥാനം നൽകുമെന്ന് പറഞ്ഞ് നമ്മെ ആശ്വസിപ്പിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ നമ്മൾ മനസ്സിൽ വെക്കുക. യഥാർത്ഥ ജിഹാദ് എന്ന് പറയുന്നത് ഇസ്ലാമിനെ ശരിയായ അർത്ഥത്തിൽ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഒരു ഘട്ടത്തിൽ ആയുധമേൽക്കേണ്ടി വന്നാൽ അതിന് സന്നദ്ധതയുണ്ടാകണം എന്നല്ലാതെ മരണം അന്യായമായ വഴികളിൽ ചോദിച്ചു വാങ്ങുക, എന്തിനു മരിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരമില്ലാതിരിക്കുക, ഇതൊരിക്കലും നമുക്ക് സംഭവിച്ചുകൂടാ. ഇസ്ലാമിനെതിരെ ശക്തമായി വാളുയർത്തുകയും ഗൂഢമായ പ്രവർത്തനങ്ങൾ സംഘടിതമായി സംഘടിപ്പിക്കുകയും ചെയ്തവരിൽ നരാധമന്മാരായ ഫാഷിസ്റ്റുകളിൽ മുൻനിരയിലുണ്ടായിരുന്ന അബൂജഹലിനെ പോലെയുള്ള ആളുകളോട് ഏത് നിലപാടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചത് എന്ന് ചിന്തിക്കണം. അബൂജഹലിനെതിരെ ശക്തമായ ആദർശ പ്രബോധനം നടത്തി, അബൂജഹലിന്റെ വാദങ്ങൾക്ക് ശക്തമായ മറുപടികൾ നൽകി, അബൂജഹൽ ഉന്നയിച്ച പിഴച്ച ചിന്താഗതികൾക്ക് പ്രാമാണികമായി ബോധവൽക്കരണം സമൂഹത്തിൽ നൽകി. അപ്പോഴും പ്രവാചകൻ ഉള്ളുകൊണ്ട് കൊതിക്കുകയാണ്, ഈ അബൂജഹൽ കൊണ്ട് മുസ്ലിമായിരുന്നുവെങ്കിൽ എന്ന്. അള്ളാഹു വിളിച്ച് അബൂജഹലിനെ കൊണ്ട്, ഉമറുൽ ഫാറൂഖിനെ കൊണ്ട് ഇസ്ലാമിനെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മുസ്ലിമല്ലാതെ ഇസ്ലാമിന്റെ ആദർശം സ്വീകരിക്കാതെ ഷഹാദത്ത് കലിമ ചൊല്ലാതെ ഒരാൾ മരണമടഞ്ഞാൽ, ഞാൻ ഇവിടെ ജീവിച്ചിരുന്നിട്ട് ഇവിടെ തൗഹീദിന്റെ സന്ദേശം ഉൾക്കൊള്ളാതെ ഒരു സുഹൃത്തു കൂടി മരിച്ചുപോയല്ലോ എന്നോർത്ത് പ്രവാചകന്റെ കണ്ണിൽ കണ്ണീര് വന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ശത്രുക്കളെയും പീഡിപ്പിക്കുന്നവരെയും നശിപ്പിക്കുക, ഒതുക്കുക എന്നതിനപ്പുറത്ത് അവർ ആ ഒരു നിലപാടിലേക്ക് എത്തിയ സാഹചര്യങ്ങളിൽ നിന്ന് മാറണം. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മാറിയതുപോലെ, ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു മാറിയതുപോലെ അവരെ ശത്രുക്കളാക്കി എങ്ങനെയെങ്കിലും മാറ്റി ഒറ്റപ്പെടുത്തി നിർത്തുക എന്നതിനപ്പുറത്ത് അവരും സത്യമറിയണമെന്ന നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു.
അത് അവരിൽ മാറ്റമുണ്ടാക്കി. ഒരു കാലത്ത് ഇസ്ലാമിനെതിരെ ശക്തമായ സമീപനം സ്വീകരിച്ചവർ പോലും വ്യക്തമായ പ്രമാണം അവരുടെ ഹൃദയത്തിലേക്ക് എത്തുകയും അള്ളാഹുവിന്റെ അനുഗ്രഹം അവർക്ക് വർഷിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അവർ ഈ സത്യം സ്വീകരിക്കും എന്ന ഗുണകാംക്ഷയോടുകൂടി പ്രവർത്തിക്കണം. ഇതാ നമ്മുടെ ഈ ഹൃദയമിടിപ്പുകൾ ഇന്നല്ലെങ്കിൽ നാളെ നിലച്ചു പോകും. സർവശക്തനായ അള്ളാഹുവിന്റെ അരികിലേക്ക് ചെല്ലുമ്പോൾ തീർച്ചയായും നമുക്ക് സ്വർഗത്തിലെത്തണം. നമ്മുടെ ഈ സമൂഹത്തെ സ്വർഗത്തിലെത്താൻ വേണ്ടി യത്നിച്ചു എന്ന അഭിമാനത്തോടുകൂടി അള്ളാഹുവിന്റെ അരികിൽ നമുക്ക് സമുന്നതമായ സംസ്കാരത്തോടെ കുലീനമായി നിൽക്കാൻ സാധിക്കണം. അതിന് ഉതകണം എന്ന രൂപത്തിലാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളെ സംബന്ധിച്ചും സമകാലിക